ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ പുനലൂർ പട്ടണത്തിൽ ദൈവജനത്തിൻ്റെ മധ്യേ ഒരു സാക്ഷിയായിട്ട് നിൽക്കുവാൻ, എൻ്റെ കർത്താവിനെ ഉയർത്തുവാൻ ദൈവം തന്ന ഈ അവസരത്തെ ഞാൻ വലിയ റിവാർഡായിട്ട് ഞാൻ കാണുകയാണ്. നമ്മുടെ ഈ ലോകത്തിൽ നമുക്കെന്ത് കിട്ടിയാലും, എത്രമാത്രം സമ്പത്തുണ്ടെങ്കിലും, എത്രമാത്രം ആരോഗ്യമുണ്ടെങ്കിലും, നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഇല്ലെങ്കിൽ, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കാതെ ഇരിക്കുകയാണെങ്കിൽ, ആ കർത്താവിൻ്റെ വേലയ്ക്ക് നമ്മൾ ചുമല് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ബിഗ് സീറോയാണ്. ഒരു പ്രാവശ്യം കൂടെ എൻ്റെ കർത്താവിനെ വാഴ്ത്തുവാൻ സൺഡേ സ്കൂളിൻ്റെ ഇതിൽ എനിക്ക് സഹായിച്ചതിന് അതിന് അവസരം തന്ന സാവ് ബ്രദറിന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം അറിയിക്കുന്നു. ഇവിടെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സിയുടെ മെമ്പേഴ്സുണ്ട്, WMCയുടെ ഭാരഭാഗികൾ, എല്ലാവർക്കും, അതുപോലെ തന്നെ സദസ്സിൽ അനേക ദൈവദാസന്മാർ, ദൈവദാസിമാർ, സഹോദരിമാർ, പ്രിയ കുഞ്ഞുങ്ങളെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. അവർക്കെല്ലാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഞാൻ ഇന്ന് അല്പം, നിങ്ങൾ ഇതുവരെ ഇരുന്ന് എനിക്കറിയാം ഒത്തിരി ക്ഷമയോടാണ് നിങ്ങളിരിക്കുന്നതെന്ന്, പക്ഷേ ഞാൻ അല്പസമയമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇന്നലെ സാവ് ബ്രദർ എന്നെ വിളിച്ചു പറഞ്ഞു, ഒരു വാക്ക് പറയണമെന്നും പറഞ്ഞു ദൈവവചനത്തിൽ നിന്ന്. പെട്ടെന്ന് ഞാൻ എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കൂടെ വന്നത് യോസെഫിനെ കുറിച്ച് എന്നെ ദൈവാത്മാവെന്നെ വെളിപ്പെടുത്തി തന്നത്. പിന്നെ ഉടനെ ഞാൻ പ്രിപ്പയർ ചെയ്തതാണ്. എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കട്ടെ. ഉൽപ്പത്തി 39 അധ്യായം അതിൻ്റെ 2-ാം വാക്യം. യഹോവ യോസെഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. മതി, താങ്ക് യു ബ്രദർ. യഹോവ യോസെഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. കൃതാർത്ഥനായെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് ഭാഗ്യവാനായെന്ന്. എന്തുകൊണ്ട് നമുക്കറിയാം, യോസെഫിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ഞാൻ പ്രിയ കുഞ്ഞുങ്ങളോട് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. കുഞ്ഞുങ്ങളെ, യോസെഫ് എന്ന ആ മഹത് വ്യക്തി 17-ാമത്തെ വയസ്സിൽ തൻ്റെ മാതാപിതാക്കളുടെ കീഴിൽ നിന്ന് അവൻ ഒറ്റപ്പെടലിൻ്റെ അനുഭവം അവൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതാണ്. 17-ാമത്തെ വയസ്സ് മുതൽ, ആ 17-ാമത്തെ വയസ്സ് മുതൽ അവൻ എവിടെയായിരുന്നു? അവൻ മിസ്രൈമിലായിരുന്നു. മിസ്രൈമിൽ അവൻ പോത്തിഫറിൻ്റെ ഭവനത്തിലായിരുന്നു. അവിടെയാണ് പറയുന്നത് യഹോവ യോസെഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായെന്ന്. കാരണം അവൻ അവിടെ ഏകനായി ഇരുന്നപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം അവനോട് കൂടെ ഇരുന്നു. കാരണം എന്താ? അവൻ ദൈവത്തോട് ചേർന്ന് വസിക്കുവാനുള്ള ഒരു ആഗ്രഹം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവൻ ആ ദൈവത്തെ ചേർത്ത് പിടിച്ചു. അവൻ്റെ യൗവനകാലത്തൊക്കെയും അവൻ്റെ മാതാപിതാക്കൾ പറഞ്ഞ ആ പിതാവിൻ്റെ ദൈവത്തെ, യാക്കോബിൻ്റെ ദൈവത്തെ അവൻ മുറുകെ പിടിച്ചു. ആ പിതാവ് പറഞ്ഞ കാര്യങ്ങൾ അവൻ്റെ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ചു. പ്രിയ കുഞ്ഞുങ്ങൾ, ഇന്ന് നമ്മൾ നോക്കുമ്പോൾ സൺഡേ സ്കൂൾ മുഖാന്തരമൊക്കെ നിങ്ങൾ നല്ല ദൈവവചനങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ മാതാപിതാക്കൾ നല്ല വചനങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ ആ ദൈവവചനങ്ങളൊക്കെ ഉണ്ടല്ലോ, നാളെ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ, ഏകനായി നിങ്ങൾ ചിലപ്പോൾ വേറെ ദേശങ്ങളിൽ, വേറെ കൾച്ചറിലൊക്കെ നിങ്ങൾ പോയി താമസിക്കേണ്ടി വരുമ്പോൾ, അവിടെ ഈ ദൈവത്തെ ചേർത്ത് പിടിച്ച് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളും യോസെഫിനെ പോലെ നിങ്ങൾക്കും പറയുവാൻ പറ്റും, എൻ്റെ വഴികളിലെല്ലാം കൃതാർത്ഥനായി തീരുവാൻ, ഒരു ഭാഗ്യവാനായി തീരുവാൻ എനിക്ക് കഴിഞ്ഞു എന്ന് പറയുവാൻ കഴിയും നമുക്ക്. ഞാൻ എല്ലാ വചനങ്ങളും ഞാൻ പറയുന്നില്ല, ഞാൻ പെട്ടെന്നൊരു ടോട്ടലായിട്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്, എൻ്റെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട്. നമ്മൾ ആ 39-ന്റെ 1 മുതലുള്ള വചനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, പാപം ചെയ്യുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും യോസെഫിനുണ്ടായിരുന്നു.
പക്ഷേ എല്ലാം അനുകൂലമായ സാഹചര്യങ്ങളായിരുന്നു. പക്ഷേ ആ അനുകൂല സാഹചര്യങ്ങളെ അവൻ എന്ത് ചെയ്തു? ദൈവനാമ മഹത്വത്തിനായിട്ട് അവൻ ഉപയോഗിച്ചു. അവൻ അവിടെ പാപം ചെയ്യാതെ ദൈവത്തോടുള്ള സ്നേഹത്തിലും ദൈവത്തോടുള്ള അനുസരണത്തിലും ഭക്തിയിലും അവൻ എന്ത് ചെയ്തു? അവൻ്റെ ആത്മീയത അവൻ സൂക്ഷിച്ചു. കാരണം എന്താ? അവൻ്റെ പിതാവ് പറഞ്ഞു കൊടുത്ത ദൈവവചനങ്ങൾ അവൻ്റെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ എഴുതി വെച്ചിരുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പഠിക്കുന്ന ഈ ദൈവവചനം, നിങ്ങൾ ഇന്ന് വിചാരിക്കും ദൈവവചനങ്ങളും വാക്യങ്ങളും അതുപോലെ പറഞ്ഞു തരുന്ന ഓരോ ഉപദേശങ്ങളും നിങ്ങളുടെ ഹൃദയത്തിൽ അത് ഹൃദയസ്ഥമാക്കുമ്പോൾ നാളെ ഒരു സമയത്ത് നിങ്ങൾ ഏകനായി ഒറ്റപ്പെടുമ്പോൾ, വിഷമം അനുഭവിക്കുമ്പോൾ, അവിടെയെല്ലാം നിങ്ങൾക്കിതൊരു ആശ്വാസമായി പരിണമിക്കും. നമുക്കറിയാം നമ്മുടെ കർത്താവ് എങ്ങനെയാണ് പിശാചിനെ എതിരിട്ടത്? ദൈവത്തിൻ്റെ കൊണ്ടാണ് അവൻ എതിരിട്ടത്. ഈ വചനം നിങ്ങൾ പഠിക്കണം. ഞാൻ ഇന്ന് മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾ നല്ല കുഞ്ഞുങ്ങളാണ്, നല്ല ടാലൻറ്റുകളുള്ള നല്ല കുഞ്ഞുങ്ങളാണ്. നിങ്ങൾ പഠിക്കുന്ന ഈ വചനങ്ങൾ നല്ലതായിട്ട് അത് ഹൃദയത്തിൽ ഹൃദയസ്ഥമാക്കി നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി തീരും. പ്രിയ കുഞ്ഞുങ്ങളെ, അതുപോലെ തന്നെ പറയുമ്പോൾ പാപം ഈ നാളുകളിൽ വാതിൽക്കൽ കിടക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റുപാട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ, നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന പോലെ പാപം വാതിൽക്കൽ കിടക്കുകയാണ്. പക്ഷേ ദൈവം ഒരു കാര്യം പറയുന്നു, നമ്മൾ എന്ത് ചെയ്യണം? ആ പാപത്തെ നമ്മൾ കീഴടക്കണം. ഒരു ദൈവ പൈതൽ എപ്പോഴും അതൊരു ബോധ്യമുള്ളവനായിരിക്കണം. ഞാൻ ഈ ലോകത്തിലുള്ള മറ്റ് ശേഷം മനുഷ്യരെ പോലെ അല്ല ഞാനെന്ന് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. യോസേഫിന് ആ ഒരു ബോധ്യം യോസേഫിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ പാപത്തോട് നോ പറഞ്ഞു. നമുക്കറിയാം ഇയ്യോബിനെ കുറിച്ച്, അവൻ ദോഷം വിട്ട അകലുന്നവനായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ ദോഷം വിട്ടകലുന്നവനായിരുന്നു. ദോഷം കാണുമ്പോൾ അവൻ അവിടെ നിന്ന് അകന്നു മാറും. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പഠിക്കുന്ന സ്കൂളുകൾ, നിങ്ങളുടെ പഠിക്കുന്ന കോളേജുകളിലൊക്കെയും ഇതുപോലുള്ള പ്രയാസങ്ങൾ നിങ്ങൾ കാണുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾ അകന്ന് മാറി, നിങ്ങൾ മാറിക്കോണം. മാറി ദൈവകൃപയിൽ ആശ്രയിച്ച് നിങ്ങൾ മുന്നേറുമ്പോൾ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അതുപോലെ യോസഫിനെ കുറിച്ച് പിന്നെ കാണുന്നത്, അവൻ വിശുദ്ധി സൂക്ഷിക്കുന്നവനായിരുന്നു. അവൻ എവിടെയെല്ലാം അവനാക്കി തീർത്തോ നമുക്കറിയാം. അതുപോലെ തന്നെ അവൻ വിശ്വസ്തനായിരുന്നു. നമുക്കറിയാം അവൻ്റെ പിതാവ് അവനെ ഏൽപ്പിച്ച ജോലി വിശ്വസ്തയോടെ അവൻ ചെയ്തു, അല്ലേ? സഹോദരന്മാർ അവനെ പകച്ചെങ്കിലും സഹോദരന്മാരുടെ അടുത്ത് പോയി അവരുടെ ക്ഷേമം അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ അത് പോയി അനുസരണമോടെ അത് പോയി അന്വേഷിക്കുവാൻ ഇടയായി തീർന്നു. അതുപോലെ പോത്തിഫറിന്റെ ഭവനത്തിൽ അവൻ വിശ്വസ്തനായിട്ട് അവൻ ജീവിച്ചു. ജയിലിൽ അവനായിരുന്നപ്പോഴും അവൻ വിശ്വസ്തയോടെ അവിടെ നിന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും വിശ്വസ്തയോടെ നമ്മൾ നിൽക്കുമ്പോഴുണ്ടല്ലോ, ദൈവം നമുക്ക് പ്രതിഫലം നൽകി മാനിക്കുന്ന ഒരു ദൈവമാണ്. അവിടെയാണ് യോസേഫിന് ദൈവം മാർക്കിട്ടത്. അവിടെയാണ് യോസേഫിനെ ദൈവം എടുത്തുപയോഗിച്ചത്. അവിടെ ദൈവം എന്ത് ചെയ്തു? മിസ്രൈമിലെ രണ്ടാമനായി ഉയർത്തുവാൻ ഇടയായി തീർന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, മിസ്രൈമിലെ രണ്ടാമനായി, രാജാവ് കഴിഞ്ഞ രണ്ടാമത്തെ അധികാരം ആർക്കായിരുന്നു? യോസേഫിനായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ കിട്ടി യോസേഫിനെ? അവൻ്റെ വിശ്വസ്തത, അവൻ്റെ വിശുദ്ധിയെ, അവൻ്റെ ജീവിതത്തിന് അത് ഏറ്റവും അനുഗ്രഹമായി തീർന്നു. അതുപോലെ തന്നെ വേറെ ഒരു കാര്യം എനിക്ക് പറയുവാനുള്ളത്, ആ ദേശത്ത് ഞാൻ പെട്ടെന്ന് ഓടിച്ചു പോവുകയാണ്. ആ ദേശത്ത് ക്ഷാമം വന്നപ്പോഴും അവൻ അതെന്ത് ചെയ്തു? അവൻ്റെ പാണ്ഡികശാലകൾ അത് തുറന്ന് അനേകർക്ക് വേണ്ടി അത് ജീവൻ കൊടുക്കുവാൻ തക്കവണ്ണം, സമൃദ്ധി കൊടുക്കുവാൻ തക്കവണ്ണം അവൻ്റെ പാണ്ഡികശാലകൾ അവൻ തുറന്നു കൊടുത്തു.
പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ നാളെ ജോലിയൊക്കെ കിട്ടി നിങ്ങളും അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നന്മകൾ അത് മറ്റുള്ളവർ കൂടെ പങ്കുവയ്ക്കാനുള്ളതാണ്. അത് മറ്റുള്ളവരുടെ ക്ഷേമത്തിന്, മറ്റുള്ളവരുടെ ആശ്വാസത്തിന് അത് ഉപകരിക്കേണ്ടതാണ്. അത് നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്തു? അവനെ ഏറ്റവും ഉയർത്തിയത്. അവനെ ദൈവം ഏറ്റവും ഉയർത്തി. അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തിൽ നന്മകൾ വന്നപ്പോൾ അവൻ്റെ മാതാപിതാക്കളെ അവൻ മറന്നില്ല. അവൻ്റെ പിതാവിനെ അയക്കുവാൻ അവൻ രഥം അയച്ചു. അവൻ്റെ സഹോദരങ്ങളെ അവൻ്റെ സഹോദരങ്ങൾ അവനെ പകച്ചതായിരുന്നു. പക്ഷേ അവൻ്റെ സഹോദരങ്ങളെ അവൻ സ്നേഹിച്ചു. അവനോട് പറയുക, നിങ്ങളുടെ ജീവരക്ഷയ്ക്കായിട്ട് ദൈവം എന്നെ അയച്ചതാണെന്ന്. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളും വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അവിടെ നമ്മൾ തകർന്നു പോകുവല്ല വേണ്ടത്. യഹോവയെങ്കിൽ നമ്മുടെ ഹൃദയം ധൈര്യപ്പെട്ട് നമ്മൾ മുന്നേറുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് മുഖാന്തരം ഫറവോൻ്റെ കുടുംബത്തെ യോസേഫ് മുഖാന്തരം ഫറവോനെ ദൈവം അനുഗ്രഹിച്ചതുപോലെ മിസ്രൈം ദേശത്തെയും ദൈവം അനുഗ്രഹിച്ചു. യോസേഫ് മുഖാന്തരം ഒരു ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ, ഭവനം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീർന്നെങ്കിൽ ഇന്നിൻ്റെ വാഗ്ദാനങ്ങളായ കുഞ്ഞുങ്ങൾ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും നമ്മൾ വിശ്വസ്തയോടെ ജ്ഞാനത്തോടെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുവാണെങ്കിൽ നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ സഭകൾ അനുഗ്രഹിക്കപ്പെടും. അതിനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയും എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ പ്രബോധനത്തിൽ നിന്നിരുന്നു കൊള്ളുന്നു. എനിക്ക് സമയം അനുവദിച്ചു തന്ന സൗബ്രദറിനോട് നന്ദി, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ ഇതിൽ നിന്നിരുന്നു.